ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ അങ്ങനെ അഘാസുരമോക്ഷം കേട്ടു. ഇനി അടുത്തത് നമുക്ക് വത്സപാലാഹരണം. എന്താണ് വത്സപാലാഹരണം എന്ന് നമുക്ക് നോക്കാം. അഘാസുരന്റെ വായിൽപ്പെട്ട് മൃത്യുവിൽ നിന്നും രക്ഷപ്പെട്ട ഗോപബാലന്മാരും പശുക്കിടാങ്ങളും മനോഹരമായ യമുനാപുളിനത്തിലെത്തി. ഗോവർദ്ധന സാനുവിലേക്ക് പശുക്കുട്ടികളെ മേയാൻ വിട്ട് അവരൊക്കെ ഭക്ഷണപ്പൊതികളുമായി വട്ടത്തിലിരുന്നു. ചോറുപൊതി കയ്യിലില്ലാത്ത കുട്ടികൾ കൃഷ്ണനോട് പറഞ്ഞു, നന്ദപുത്ര, ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല. ഗ്രാമമാണെങ്കിൽ വളരെ അകലെയാണ്. ഇനി എന്തു വേണം? കൃഷ്ണൻ ഒരു നിർദ്ദേശം വെച്ചു. കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർത്ത് എല്ലാവർക്കുമായി പങ്കിടുക. ഒരുമിച്ചുള്ള ഒരു വനഭോജനം. പീതാംബരം ധരിച്ച ശ്രീകൃഷ്ണൻ നടുവിലിരിക്കുന്നു. മറ്റുള്ളവർ നന്ദത്തിന് ചുറ്റുമിരുന്ന് ഭക്ഷണം പങ്കുവച്ചു തുടങ്ങി. ചിലർ പൊതികളിൽ നിന്നും മറ്റു ചിലർ ഉടികളിൽ നിന്നും വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ എടുത്തു നിരത്തി. സുബലൻ ഭഗവാൻ ഉള്ള കൊടുത്തു. അത് സാധു നോക്കിക്കൊണ്ട് കൃഷ്ണൻ പുഞ്ചിരി തൂക്കി. ഒരു കുട്ടി പറഞ്ഞു, എന്റെ അമ്മ ഒരു വിഡ്ഢിയാണ്, സാധുള്ളതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പിന്നീട് സുദാമാവ് കൃഷ്ണന് ഒരു ഉരുള കൊടുത്തു. സുദാമാവിന്റെ ഉരുള ബഹുകേമമാണെന്ന് കുട്ടികളെല്ലാം ആർത്തു വിളിച്ചു. വരൂധവനാണ് കൃഷ്ണന് മറ്റൊരു കവളം കൊടുത്തത്. താങ്കളുടെ ആഹാരമാണ് അധികം സ്വാദിഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഭഗവാന് കൊടുക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ എല്ലാവരെയും അനുമോദിച്ചു. ചിരിച്ചും കളിച്ചും കൊണ്ട് തമാശകൾ പറഞ്ഞുകൊണ്ടും പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും പീലിത്തിരുമുടിയും ധരിച്ച യജ്ഞഭുക്കായ ഭഗവാൻ ഒരു കയ്യിൽ ചോറുള്ളയും വിരലുകളുടെ ഇടയിൽ ഉപദംശങ്ങളുമായി ആ ഗോപാലബാലന്മാരുടെ ഇടയിരുന്നു കൊണ്ട് വനഭോജനം നടത്തുന്നത് ദേവന്മാർ ആകാശത്തു നിന്നും നോക്കിക്കണ്ട് വിസ്മയാന്വിതനായി. ബിഭ്രദ്ദേണും ജഡരനപടയോ ശൃംഗവേത്രേ ചകക്ഷേ വാമേ പാണോ മസൃണകബളം തൽഫലാന്യം ഗുലേഷോ തിഷ്ടൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയന്നർഭിവിസയേ സ്വർഗേ ലോകേ മിഷുതി ബുഭുജേ യജ്ഞഭുക്ബാലകേളി. ബിഭ്രദ്ദേണും ജഡരനപടയോ ശൃംഗവേത്രേ ജകക്ഷേ വാമേ പാണോ മസൃണകബളം തൽഫലാന്യം ഗുലേഷോ തിഷ്ടൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയന്നർഭവിസ്യൈ സ്വർഗേ ലോകേ മിഷുതി ബുഭുജേ യജ്ഞഭുക്ബാലകേളി എന്ന് ശ്രീമദ് ഭാഗവതത്തിലും ജഡരസ്യ പടേ വേണും വേത്രം ശൃംഗം ജഗർഷഹേ വാമേ പാണൗ ജഗഫലം ശിംഗുലിഷ്ടോ ഫലാനി ച. ജഡരസ്യ പടേ വേണും വേത്രം ശൃംഗം ജഗർഷഹേ വാമേ പാണൗ ജഗഫലം ശിംഗുലിഷ്ടോ ഫലാനി ച എന്ന് ഗർഗസംഹിതയിലും ഭഗവാന്റെ ഈ വാഗ്മയ ചിത്രം ഹൃദയസ്പർശിയായി വർണ്ണിച്ചിരിക്കുന്നു. ഇവരുടെ കേളികൾക്കിടയിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന പശുക്കുട്ടികൾ അകലെയുള്ള ഗൃഹങ്ങളിലേക്ക് പതുക്കെ നീങ്ങിപ്പോയിരുന്നു. പശുക്കുട്ടികളെ കാണാതായി പരിഭ്രമിച്ച ഗോപാലബാലന്മാരെ സമാധാനിപ്പിച്ച് കൃഷ്ണൻ താൻ തന്നെ പശുക്കിടാങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. കയ്യിൽ വെച്ച കപളാർദ്ധവുമായി നടന്ന കൃഷ്ണൻ ഗുഹകളിലും താഴ്വരകളിലും നടന്നു നോക്കിയിട്ടും പശുക്കുട്ടികളെ കണ്ടില്ല. ആ സമയത്ത് അവിടെ എത്തിയ ബ്രഹ്മാവ് കൃഷ്ണപ്രഭാവത്തെ പരീക്ഷിച്ചറിയാൻ വേണ്ടി അവയെ മറച്ചിരുന്നു. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.